ഹലോ മങ്സ്. അപ്പോൾ നമ്മളിന്ന് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഒരു ചെറിയൊരു കാര്യം പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഗ്രീഡി, അതെ, എൻ്റെ മനസ്സിലും ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് നല്ലൊരു ഗ്രീഡിയുള്ള ഒരു ആർത്തിയുള്ള ഒരു പ്രൊജക്റ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആർത്തി എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസേഴ്സിൻ്റെ എണ്ണത്തിൽ ഇത്ര പെരുത്ത് കൂട്ടാനായിട്ട് അവർ റീസെൻ്റ്ലി ഉള്ള മൂവ്മെൻറ്റ് കണ്ടിട്ടാണ് ഞാനത് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും, നമുക്കൊരു മൈൻഡ് ചെയ്യാനായിട്ട് പ്രോഫിറ്റ് പെർ അവർ കൂടാനായിട്ട് നമുക്ക് എന്ത് വരാറുണ്ട്, ഡെയിലി ഒരു കോംബോ വരാറുണ്ട്. ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് വരുന്ന കോംബോ എന്ന് പറയുന്നത്, പുതിയതായിട്ട് അവർ ലീഗലിൻ്റെ ഒരു കോംബോ കൊണ്ടുണ്ടായിരുന്നു. റീസെൻ്റ് ആയിട്ട് അവർ ഫിലിപ്പീൻസ്, തുർക്കി അങ്ങനെ പറഞ്ഞ് 2-4 കോംബോ കൊണ്ടിട്ടുണ്ടായിരുന്നു, കോംബോ കാർഡ് കൊണ്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽസിൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ലോങ് സ്ക്വീസ് കുറേ പേർക്ക് അത് കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റെഫറൽ വേണം, 7-8 റെഫറൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കിട്ടുകയുള്ളൂ. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഞാൻ റീസെൻ്റ്ലി നമ്മുടെ അഡ്മിൻസ് അയച്ചു തന്നൊരു പോസ്റ്റായിരുന്നു ഞാനിപ്പോൾ കണ്ടത്. അതായത് അവരെ ഒഫീഷ്യൽ പേജ് അല്ലാട്ടതും ഒരു ഫേക്ക് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പേജാണ്, പക്ഷേ നല്ല ഫോളോവേഴ്സ് ഉണ്ട്. അവർ പറഞ്ഞത് ഹാംസ്റ്ററിന് ഇപ്പോൾ 200 മില്യൺ പ്ലെയേഴ്സ് ഉണ്ട് കറൻ്റ്ലി. അവർ എയിം ചെയ്യുന്നത്, നോക്കാൻ പോകുന്നത് 1 ബില്യൺ പ്ലെയേഴ്സിനാണ് പറയുന്നത്. 1 ബില്യൺ പ്ലെയേഴ്സിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പേരുത്ത പ്ലെയേഴ്സിനെ അവർ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത് പറയുന്നത്. സോ ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കാനായിട്ടുള്ള കുറച്ച് ട്രിക്കുകളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് ആയിരിക്കാം ഇങ്ങനത്തെ കാർഡുകൾ കൊണ്ടുവരിക എന്നുള്ളത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരും എല്ലാവരായാലും പല ഉടായ്പൊക്കെ വെച്ചിട്ടാണ് റിഫറൽ ഉണ്ടാക്കുന്നത്. എന്നാൽ പോലും ഇത്ര പേർക്ക് യൂസേഴ്സിനെ അവർ കൊണ്ടുവരാൻ നോക്കുന്നത് ഒരു ഗ്രീഡി മെത്തേഡായിട്ട് മാത്രമാണ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഇതിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ എയർ ഡ്രോപ്പ് കൊടുക്കാനുള്ള കാര്യത്തിനേക്കാളും അവർ മുന്നിട്ട് കാണുന്നത് യൂസേഴ്സിനെ കൂട്ടി അവരുടെ പ്രോഫിറ്റ് കൂട്ടാനുള്ള ഒരു മെത്തേഡിലേക്ക് പോകുന്ന പോലെയാണ് ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ പോക്ക്. ഇതിനെ സാധൂകരിക്കുന്ന വേറൊരു കാരണം കൂടി ഞാൻ കാണിച്ചു തരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് കുക്കോയിൻ്റെ പ്രീ മാർക്കറ്റിൻ്റെ ഒരു പേജാണ് കാണുന്നത്. അവിടെ ഹാംസ്റ്ററിൻ്റെ കിടക്കണം. ഇപ്പോൾ ഓൾറെഡി ബിറ്റ് കിറ്റിലും ഗേറ്റ് ഐയിലും പ്രീ മാർക്കറ്റ് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രീ ലിസ്റ്റിംഗ് അല്ലാട്ടോ, പ്രീ മാർക്കറ്റ് സെയിൽ. അപ്പോൾ ഇവിടെ കുക്കോയിനിൽ ഇതിപ്പോൾ 4-മത്തെയോ 5-മത്തെയോ പ്രാവശ്യമാണ് ഈ ഒരു ട്രേഡിംഗ് ഡേറ്റ് എന്നാണ് ഇവിടെ പ്രീ സെയിൽ തുടങ്ങാനുള്ള ഡേറ്റ് 4-മത്തെയോ 5-മത്തെ പ്രാവശ്യമാണ് മാറ്റുന്നത്. എന്താണെന്ന് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്തുകൊണ്ടാണ്. കാരണം ഇന്നായിരുന്നു ഒരു പ്രീ സെയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത്, പക്ഷേ ഇന്നത്തെ മാറ്റി ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ജൂലൈ 7 നടന്നത്. അതായത് ജൂലൈ 1 ആകുമ്പോഴേക്കും ലിസ്റ്റ് ആവുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇനി ജൂലൈ 1 ലിസ്റ്റ് ആവുന്നു. ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷനിൽ ഒന്നുമില്ല. ഇവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ട്വീറ്റ് ഇല്ല. ആകെ പ്ലെയേഴ്സ് കൂടുന്നു എന്നുള്ള കുറച്ച് ട്വീറ്റുകൾ ഒഴിച്ച് ബാക്കി ഒന്നുമില്ല. ഇതൊരു സ്കാം പ്രൊജക്റ്റ് ആണെന്നല്ല പറയുന്നത്. പക്ഷേ ഇവരെ മൂവ്മെൻറ്റ് കണ്ടിട്ട് നല്ല രീതിയിലൊരു ഗ്രീഡി ആയിട്ട് നമുക്ക് പറയില്ലേ, അതായത് നമുക്കിപ്പോൾ 1000 രൂപ വെച്ചിട്ട് നമുക്ക് 2000 കിട്ടി കഴിഞ്ഞാൽ ആ 2000 കൊടുത്തിട്ട് എന്ത് ചെയ്യും, 5000 രൂപ ഉണ്ടാക്കാനേ നോക്കുള്ളൂ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവർ കാണുന്നത്. കാരണം പ്ലെയേഴ്സ് ഇത്രയായി, ഏറ്റവും വലിയ നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യണം, ഇനിയും കൂടുതൽ കിട്ടാനുള്ള ഒരു ആർത്തിയിലേക്കായിരിക്കും പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഇതെല്ലാം കൂടി തട്ടിപ്പൊളിഞ്ഞ് തവിട് പൊടിയാവുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. സോ ഡെയിലി കോംബോ കിട്ടാത്തതാണെങ്കിൽ ഞാനൊരു ടിപ്പോട് പറയുകയാണ്. ചിലപ്പോൾ ഇവരെ ഡെയിലി കോംബോ ചിലപ്പോൾ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരായിരിക്കാം. ഞാനൊരു വീഡിയോ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഡെയിലി കോംബോ പറ്റുന്നവരെ ചെയ്യാൻ നോക്കുക. എന്നെ കൊണ്ട് പറ്റാവുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ചാനലിൽ ലിങ്ക് ഇടാനായിട്ട് പരിശ്രമിച്ചു. പക്ഷേ എല്ലാ സമയത്തും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ടുഗദറായിട്ട് കുറേ ആൾക്കാർ ലിങ്ക് ഒരുമിച്ചാണ് ഇട്ട് കൊടുത്ത്. ആർക്കൊക്കെ കിട്ടിയെന്ന് അറിയില്ല. താല്പര്യമുള്ളവർ അവിടെ കയറുക, എന്നിട്ട് അപ്ഡേഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലിങ്ക് ഇട്ടിട്ട് നമ്മൾ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും പോലെ തന്നെ എൻ്റെ ക്ഷമ നശിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ക്ഷമയും കുറച്ച് നശിച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം ഇത്രയും ലോങ് ആയിട്ട് ഈ പ്രൊജക്റ്റ് ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ, അതായത് ഒരു ഫിക്സഡ് ടൈം ലൈൻ ഇല്ലാതെ ഇങ്ങനെ പോകുമ്പോഴാണ് കുറേ പേർക്ക്, സാധാരണ ആൾക്കാർക്ക് പറഞ്ഞ പോലെ ഒരു സസ്പെക്റ്റ് വരുന്നത് യൂഷ്വലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്കും വന്നിട്ടുണ്ട്. സസ്പെക്റ്റ് അല്ല, സംശയം എന്നല്ല പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്റ്റിനെ ഒരു കറക്റ്റ് ഒരു ടൈം ലൈൻ ഇല്ലാതെ പോകുന്നു. Q3 Q2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ Q2 അവർ ലിസ്റ്റ് ആവുമെന്ന് മുന്നേ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രീ സെയിൽ അടക്കം കുക്കോയിൽ നീണ്ടു പോകുന്നതിൻ്റെ ഒരു കാരണം, വ്യക്തമായ കാരണം വെളിപ്പെടുത്താത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും അധികം സംശയങ്ങൾ വന്നത്. അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ തോന്നി. സോ ചെയ്യുന്നവർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കൂ. നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു ആന കുതിര ഒന്നും ഇതിന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഒരു ബിരിയാണി മേടിക്കാനുള്ള പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്കിത് കളിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, നല്ലവണ്ണം കിട്ടി കഴിഞ്ഞാൽ നല്ലവണ്ണം കിട്ടി, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടി. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.